അപ്പം ഇജ്മാ ഇല്ലാതെ നമുക്ക് ഹദീസും ലഭ്യമല്ല, ഇജ്മാ ഇല്ലാതെ നമുക്ക് ഖുർആനും ലഭ്യമല്ല. അതിൻ്റെ പുറമെ ഇത് സ്വഹാബത്ത് ക്രോഡീകരിച്ചിട്ടുള്ള അന്നത്തെ ആ മുസഹഫിൻ്റെ അതേ പ്രതിയും ക്രമവും തന്നെയാകുന്നു എന്നത് ലോകത്തെ കഴിഞ്ഞ കാല മുസ്ലിം തലമുറകളുടെ എല്ലാം ഇജ്മാ ആണ്. ഈ ഇജ്മാഇൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഖുർആൻ നമുക്ക് ലഭ്യമല്ല, ഇജ്മാഇൻ്റെ അടിസ്ഥാനം സ്വീകരിക്കാതെ ഹദീസും നമുക്ക് ലഭ്യമല്ല എന്ന് വരുമ്പോൾ ഏതാണ് ഏറ്റവും ആധികാരികമായ, ഏറ്റവും മുന്തി നമ്മൾ സ്വീകരിക്കേണ്ട പ്രമാണം? ഇജ്മാഅല്ലേ. ഇജ്മാഇനെ തള്ളിക്കൊണ്ട് കിതാബും കിട്ടില്ല, ഇജ്മാഇനെ തള്ളിക്കൊണ്ട് ഹദീസും ലഭ്യമല്ല. ഇതൊരൊറ്റൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാം. കിതാബ് സുന്നത്ത് എന്ന് പറയുന്നതിനെ നമുക്ക് കിതാബും സുന്നത്തുമായി സ്ഥിരപ്പെടുത്തണമെങ്കിൽ ഇജ്മാ വേണം. അപ്പൊ ഇജ്മാ ആണ് അക്ഷരാർത്ഥത്തിൽ ആദ്യ പ്രമാണം, പ്രഥമ പ്രമാണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയെല്ലാം നമുക്ക് പ്രമാണമായിട്ട് എടുക്കാൻ കിട്ടുള്ളൂ, പ്രമാണമായി നമുക്ക് സ്വീകരിക്കാനും കഴിയും. തറാവീഹ് 20 റക്അത്താണെന്നത് ഇജ്മാ ആണെന്നും 8 നമസ്കരിച്ചുവെന്ന ഖബർ വാഹിദിനേക്കാൾ വലിയ പ്രമാണമാണ് ഈ ഇജ്മാ എന്നും ഒരു നേർക്കുനേർ പരിപാടിയിൽ ചോദ്യത്തിൻ്റെ മറുപടിയായി അങ്ങ് പറയുന്നുണ്ട്. എന്നാൽ ഇത് അബദ്ധമാണെന്നും ഖുർആൻ സുന്നത്ത് കഴിഞ്ഞ് ഇജ്മാഇന് സ്ഥാനമുള്ളൂവെന്നും ഒരു മൗലവി പറയുന്നു. ഇജ്മാ ആണോ വലിയ പ്രമാണം? എന്താണ് ആ മൗലവിക്കുള്ള മറുപടി? ആ മൗലവിക്ക് എന്ന് മാത്രമല്ല, സമാന ചിന്താഗതിയുള്ള എല്ലാ മൗലവിമാർക്കും മുസ്ലിംമാർക്കും ഉള്ള മറുപടി ഒന്ന് തന്നെയാണ്. ഇസ്ലാമിക പ്രമാണങ്ങളെ സംബന്ധിച്ച് നല്ലോണം പഠിക്കുക. പ്രമാണങ്ങൾ എന്ന നിലയിൽ ഇസ്ലാമിക പ്രമാണങ്ങളിലെ 3 പ്രമാണങ്ങൾ, 3 വിഷയങ്ങൾ സ്ഥാപിക്കാനുള്ള പ്രമാണം. 1 ഖുർആൻ, 2 ഹദീസ്, 3 ഇജ്മാ. ഇത് 3 കൊണ്ടുമാണ് ഹുക്കുമുകൾ സ്ഥാപിക്കുന്ന പ്രമാണം എന്നാണ് നമ്മളെ കണക്ക്. എല്ലാ മദ്ഹബുകാരും അംഗീകരിക്കുന്ന പ്രമാണവും ഇതാണ്. പിന്നുള്ള പ്രമാണങ്ങളുടെ കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചിലർ സ്വീകരിക്കും, ചിലർ സ്വീകരിക്കില്ല. അപ്പം മദ്ഹബുകാർക്കിടയിൽ ഏകീകൃതമായി ഈ 3 പ്രമാണത്തെ എണ്ണുന്നത് 1, 2, 3 എന്ന് എണ്ണുമ്പോൾ 3ാമത് എണ്ണുന്നതാണ് ഇജ്മാ. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 1 അള്ളാൻ്റെ കലാമാണ്, അപ്പോൾ അള്ളാനെ മുന്തിക്കണം. 2 റസൂലുള്ളാഹിൻ്റെ ഹദീസാണ്, അപ്പോൾ റസൂലുള്ളാഹിനെ 2ാമത് പറയണം. 3 ഉമ്മത്തിൻ്റെ ഇജ്മാ ആണ്, ഉലമാഇൻ്റെ ഇജ്മാ, മുജ്തഹിദീങ്ങളുടെ ഇജ്മാ. അത് 3ാമതാണ് എണ്ണുക. അങ്ങനെ എണ്ണുമ്പോൾ 1, 2, 3 എന്ന ക്രമത്തിൽ എണ്ണുന്നതാണ് അതിൻ്റെ അദബ്. അങ്ങനെ തന്നെയാണ് ഉസൂലിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അതിൻ്റെ വിവരണവും. 1ാമത്തെ കിതാബ് ഖുർആനെ പറ്റി, 2ാമത്തെ കിതാബ് അതായത് 2ാമത്തെ പരമാധ്യായം ഹദീസിനെ പറ്റി, റസൂലുള്ളാഹിൻ്റെ ഖബറിനെ സംബന്ധിച്ച്. 3ാമത്തെ വലിയ അധ്യായം നമ്മൾ കൊടുക്കുന്നത് ഇജ്മാ. ഇങ്ങനെ തന്നെയാണ് ഉസൂലിൻ്റെ കിതാബിൽ വിവരിക്കുക. ഇതുകൊണ്ട് പ്രാമാണികതയുടെ കാര്യത്തിലോ പ്രമാണത്തിൻ്റെ കാര്യത്തിലോ ഇത് 3ഉം ഈ ക്രമത്തിൽ മനസ്സിലാക്കാൻ പാടില്ല. 1ാം പ്രമാണം ഖുർആൻ, 2ാം പ്രമാണം ഹദീസ്, 3ാം പ്രമാണം ഇജ്മാ എന്ന് മനസ്സിലാക്കുന്നത് അബദ്ധമാണ് എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളുടെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ഇമാമുന ശാഫിഈ തങ്ങളുടെ ബുഖാരിയുടെ റിസാല വായിക്കുന്ന ഒരാൾക്ക് വായിക്കാൻ കഴിയുമെങ്കിൽ അത് വായിച്ചാൽ നല്ലോണം അത് ബോധ്യപ്പെടും. വായിക്കാൻ കഴിയാത്തവർ വായിക്കാൻ കഴിയുന്നവരുടെ അടുത്തുനിന്ന് ഓതുകയോ മനസ്സിലാക്കുകയോ ചെയ്യലാണ് അതിൻ്റെ മറുപടി. ഏറ്റവും പ്രധാനമായി അതിന് മനസ്സിലാക്കാനുള്ള മറുപടി അതാണ്. ഇമാമുന ശാഫിഈ തങ്ങളുടെ റിസാല ശരിക്കൊന്ന് വായിച്ച് പഠിക്കുക, അതല്ലെങ്കിൽ പഠിച്ചോലെടുത്തുനിന്ന് ഓതുക, മനസ്സിലാകുന്നവരെടുത്തുനിന്ന് ഓതുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ പ്രമാണമാണെന്ന കാര്യത്തിൽ കിതാബും സുന്നത്തും ഇജ്മാഉം എല്ലാം ഒരേപോലെ പ്രമാണമാകുന്നു എന്ന് മനസ്സിലാക്കാം. അതേസമയം പ്രമാണം കൊണ്ട് വിഷയം സ്ഥിരമാകുന്ന കാര്യത്തിൽ ആ പ്രമാണം കൊണ്ട് സ്ഥിരപ്പെടുന്ന വിഷയത്തിൽ ഖണ്ഡിതമായ ഉറപ്പിനെ തന്നെ നൽകുന്ന പ്രമാണമാണ് ഇജ്മാ. ഒരു കാര്യത്തിൽ പണ്ഡിതന്മാർ ഉമ്മത്തി ഇജ്മാ ആയി എന്ന് പറഞ്ഞാൽ ആ കാര്യം ഖണ്ഡിതമായ വിധിയെ ഉറപ്പാക്കി തരും. ഏത് വിഷയമാണോ ആ വിഷയം ഖണ്ഡിതമായി നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യമാകുന്നു എന്ന് ഖത്ഈയായ ദലീലാണ് എന്നാണ് അതിൻ്റെ ഉസൂലിൻ്റെ ഭാഷ. ഖത്ഈയായ ദലീലാണ് ഇജ്മാ. കിതാബും സുന്നത്തും മൊത്തം ഖത്ഈയായ ദലീലല്ല, അങ്ങനെ ഖത്ഈനെ മനസ്സിലാക്കി തരൂല്ല. ഇജ്മാ എന്ന് പറയുന്നത് ഖത്ഈയായ ദലീലാണ്. ഖത്ഈയായ ദലീലാണ് എന്ന് പറഞ്ഞാൽ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയം മനുഷ്യൻ വിശ്വസിക്കൽ അനിവാര്യമാണെന്നും ഉറപ്പിക്കൽ അനിവാര്യമാണെന്നും അത് യഖീനായി തന്നെ മനസ്സിലാക്കണമെന്നും തെളിയിച്ചു തരുന്ന പ്രമാണം. അതേ സമയത്ത് കിതാബും സുന്നത്തിലെയും നസ്സുകൾ എന്ന പേരിലുണ്ട്. ആശയം സുവ്യക്തമായി
മറ്റൊരു നിലയിലും മനസ്സിലാക്കാൻ പറ്റാവിധം ഇങ്ങനെ തന്നെയാണ് ആശയമെന്ന് വളരെ സുവ്യക്തമായ ഖണ്ഡിതമായ ചിലത്. അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. ആയത്തിൻ്റെ നസ്സും അതുപോലെ ഹദീസിൻ്റെ നസ്സുകളും കുറച്ചേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള നസ്സുകൾ വന്നാൽ ആ വിഷയം ഇജ്മാ ആയിരിക്കുകയും ചെയ്യും. അതിൽ ഇജ്മാ വരാതിരിക്കുമല്ലോ. കാരണം ആയത്തിൻ്റെ നസ്സ് അറിയിച്ചിട്ടുള്ള കാര്യം എന്തായാലും എല്ലാ ഇമാമിയങ്ങളും അംഗീകരിക്കും, അത് നിഷേധിക്കൂല ആരും. ഹദീസിൻ്റെ നസ്സും അറിയിച്ച് ഇതൊക്കെ പഠിക്കണം. ഇത് ഉസൂല് പഠിച്ചു കണ്ട് പറയണം. ഏതെങ്കിലും മൗലവി കയറി നിന്നിട്ട് എങ്ങനെയും സംസാരിച്ചാൽ പോരാ. അപ്പം നസ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സാധ്യതയും ഇല്ലാത്ത വിധം ഇതുതന്നെയാണ് ആശയമെന്ന് വളരെ സുവ്യക്തവും ഖണ്ഡിതവും അനിഷേധ്യവുമായി ആയത്തും ഹദീസും അറിയിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ഇജ്മാഇനൊപ്പമുണ്ട്. അത് ഒപ്പം നിർത്തേണ്ട കാര്യമല്ല ഒന്ന് തന്നെ. കാരണം അങ്ങനത്തെ കാര്യം ഇജ്മാഉമായിരിക്കും. അപ്പം ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഇജ്മാ എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പിനെയും വിശ്വസിക്കൽ നിർബന്ധമാണെന്നതിനെയും മനസ്സിലാക്കി തരുന്ന ഏറ്റവും മുന്തിയ പ്രമാണമാണ്. ആ പ്രമാണത്തിൻ്റെ താഴെയാണ് കിതാബ് സുന്നത്ത് എന്നതിൽ നിന്നുള്ള ലാഹിറുകളൊക്കെ. കിതാബ് സുന്നത്തിൻ്റെ ലാഹിർ ഖബർ വാഹിദ് ഒക്കെ അതിൽപ്പെട്ടതാ. ഖബർ വാഹിദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഉറപ്പ് നൽകാതെ ആശയത്തെക്കുറിച്ച കേവലം അനുമാനം അല്ലെങ്കിൽ നല്ല ധാരണ നൽകുന്ന തെളിവ് എന്നാണ്. നല്ല ധാരണ നൽകുന്ന തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണത് എന്ന കാര്യത്തിൽ തന്നെ കൃത്യമായിട്ട് ഉറപ്പില്ല. നബിൻ്റെ ഹദീസാണ് ആ വാക്യം എന്നതിൽ തന്നെ കൃത്യമായിട്ട് ഉറപ്പില്ല. അതുപോലെ തന്നെ ഖുർആനിൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞ ആശയങ്ങൾ കൃത്യമായും ഉറപ്പ് നൽകുന്ന വിധമല്ല. കാരണം ഒരായത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്, അർത്ഥസാധ്യതകൾ. ഈ അർത്ഥസാധ്യതകൾ പല നിലയിലുമാകുമ്പോൾ ആ അർത്ഥസാധ്യതകൾ ഇന്നത് തന്നെയാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ലാഹിറുകൾ എന്നാണ് അതിന് പറയാ. അതിൻ്റെ ലാഹിർ അനുസരിച്ച് മനസ്സിലാക്കുന്ന പ്രബലമായും അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പ്രത്യക്ഷത്തിൽ അതിൽ നിന്ന് പ്രത്യക്ഷരം മനസ്സിലാക്കാവുന്ന ആശയം, ഈ ആശയത്തിൻ്റെ മേലറിയിക്കുന്ന ഖുർആൻ വാക്യങ്ങൾ ഹദീസിൻ്റെ വാക്യങ്ങളെക്കാൾ പ്രമാണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്തിയ സ്ഥാനവും ഖണ്ഡിതമായ ഉറപ്പിനെ പ്രദാനം ചെയ്യുന്ന പ്രമാണവുമാണ് ഇജ്മാ എന്ന കാര്യം ഉറപ്പാണ്. അതാണ് അപ്പോൾ ശരിക്ക് അക്ഷരാർത്ഥത്തിൽ ഒന്ന്, പ്രാമാണികതയുടെ കാര്യത്തിൽ ഒന്ന്. അതിനെ തോൽപ്പിച്ചിട്ട് മറ്റൊരു പ്രമാണമില്ല. അപ്പോൾ ഹദീസും കിതാബും നസ്സായാൽ ഇജ്മാ അവിടെ ഉണ്ട് താനും. ഇതുകൊണ്ടാണ് ഇജ്മാഇനെ ഏറ്റവും പ്രബലമായ പ്രമാണം എന്ന് നമ്മുടെ ഇമാമുകളൊക്കെ മനസ്സിലാക്കി തരുന്നത്. ഖത്ഇനെ മനസ്സിലാക്കി തരുന്നു പറഞ്ഞാൽ അത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നൊരു ഭാഷ പറഞ്ഞാൽ ഞാനൊന്ന് പറഞ്ഞ ഉദാഹരണം പറയാം. ആ അളമാറുകളിൽ കിടക്കുന്ന മുസഹഫ് അത് അള്ളാൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ കലാമ് സമാഹരിച്ചതാണ് എന്ന് നമുക്ക് ഉറപ്പിട്ടണ്ടേ? ഇത് ഉറപ്പ് കിട്ടിയെങ്കിലല്ലേ അത് അള്ളാൻ്റെ കലാമും കിതാബും ആയിട്ട് തീരുള്ളൂ. ഇതൊന്ന് ആദ്യം മനസ്സിലാക്കുക. സാധാരണ മനസ്സിലാള് പറയുന്നത് മനസ്സിലാണല്ലേ? ആ കാണുന്ന കലാമ് അല്ലെങ്കിൽ നമ്മൾ കൈ പിടിക്കുന്ന മുസഹഫ്, ഈ മുസഹഫ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അള്ളാഹു അവതരിപ്പിച്ച ഖുർആൻ എന്ന് പറയുന്ന മഹത്തായ ആ ദിവ്യ ഗ്രന്ഥമാകുന്നു എന്ന് നമുക്ക് ഉറപ്പ് തരുന്ന പ്രമാണം ഏതാണ്? അത് ഇജ്മാഉൽ ഉമ്മത്താണ്. ഈ ഉമ്മത്ത് ഏകോപിക്കുന്നത് ഇതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു തആല ഇറക്കി കൊടുത്ത കലാം. അപ്പം ഇത് അള്ളാഹിൻ്റെ കലാമാണ് എന്ന് ഉറപ്പാകുക. അപ്പം അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് ഉറപ്പാവാനും അള്ളാഹുവിൻ്റെ ആ കലാമിൻ്റെ പദങ്ങളിൽ മാറ്റമില്ലാതെ തന്നെയാണ് അതിൽ നിലകൊള്ളുന്നത് എന്ന് ഉറപ്പിക്കാനും വിശ്വസിക്കാനും നമുക്ക് ഏറ്റവും വലിയ പ്രമാണം ഏതാണ്? ഇജ്മാഉൽ ഉമ്മ. ഈ ഉമ്മത്തിൻ്റെ ഇജ്മാ കൊണ്ടാണ് ഇത് സ്ഥിരപ്പെടുക. ഇനി ഹദീസുകൾ നോക്കിക്കോളൂ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസ് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ബുഖാരി, മുസ്ലിം, അല്ലേ, തുർമുദി, അബൂദാവൂദ് ഇങ്ങനെയുള്ള സിഹാഹു സിത്ത് അതുപോലത്തെ ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിച്ച് വച്ചിരിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്. ഈ ഹദീസുകളുടെ ഗ്രന്ഥങ്ങൾ തന്നെ ഇന്നാലിന്നവർ രചിച്ച ഗ്രന്ഥമാണ്, അത് ഹദീസിൻ്റെ ഗ്രന്ഥമാണ് എന്ന് നമുക്ക് ഉറപ്പ് കിട്ടുന്ന പ്രമാണം എന്താണ്? സ്വഹീഹുൽ ബുഖാരിൻ്റെ ഒരു ഏടെടുത്തിട്ട് ഇത് ബുഖാരിയാണ് പറയാ, വേഗം അച്ചു നോക്കിയിട്ട് വായിക്കാം. പക്ഷേ ഇത് സ്വഹീഹുൽ ബുഖാരി എന്ന പേരിൽ ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി തങ്ങൾ അവർകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഗ്രന്ഥമാകുന്നു. അദ്ദേഹം ഇതിൽ സ്വഹീഹായ ഹദീസുകൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ക്രോഡീകരിച്ചതാണ്. ആ ഗ്രന്ഥമാണിത് എന്ന് ആദ്യം തിരിയണ്ടേ? എന്നാലല്ലേ അയിത്തെ ഹദീസ് നമുക്ക് പ്രമാണമാവുള്ളൂ. ഇതാദ്യം തിരിയണമെങ്കിൽ എന്ത് വേണം പ്രമാണം? ഇജ്മാഉൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ ഇജ്മാ വേണം.
അപ്പൊ ഉമ്മത്ത് ഏകകണ്ഠമായി സ്ഥാപിച്ച് വിശ്വസിക്കുന്നതനുസരിച്ച് ഖുർആനാണ് എന്ന് മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോ ഖുർആൻ എന്ന് പറയുന്ന മുസഹഫ് അള്ളാഹിന്റെ കലാമായ ഖുർആൻ തന്നെയാകുന്നു എന്ന് ഉറപ്പ് കിട്ടണമെങ്കിൽ ഇജ്മാ ആയത്ത് ഇന്ന സൂറത്തിലാണ്, ഇന്ന സൂറത്തുകൾ ഇന്നിന്ന സൂറത്തുകളുടെ ബേക്കലും മുന്നിലുമാണ്, ഇന്ന ക്രമത്തിലാണ്, ഇതെല്ലാം ഇവിടെ സ്ഥിരപ്പെടുന്നത് സ്വഹാബത്തിന്റെ ഇജ്മാ കൊണ്ടാണ്. സ്വഹാബത്തിന്റെ ഇജ്മാ ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമ് നമുക്ക് ആ കലാമായി കിട്ടില്ല. അപ്പൊ ഇജ്മാ കൊണ്ടേ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ നമുക്ക് കിട്ടുന്നുള്ളൂ. അതേപോലെ തന്നെ ഹദീസിന്റെ കിതാബുകളിൽ നിന്നാണ് നമുക്ക് ഹദീസ് ലഭ്യമാകുന്നത്. ഇന്നത്തെ കാലം വെച്ച് സംസാരിക്കുക, നമുക്ക് ഹദീസ് ലഭ്യമാകുന്ന കിതാബുകൾ, ആ ഹദീസിന്റെ കിതാബുകൾ ഇന്നിന്ന ആളുകളുടെ കിതാബുകളാണ് എന്നത് ലോക മുസ്ലിമീങ്ങൾ അത് ഉപയോഗിച്ചു വരുന്നവരും മനസ്സിലാക്കി വരുന്നവരുമായ പണ്ഡിതന്മാരും ഇമാമിയങ്ങളും മുഹദ്ദിഥീങ്ങളും ഏകോപിക്കുമ്പോഴാണ് ഇജ്മാ കൊണ്ടാണ് അത് സ്ഥിരപ്പെടുക. അപ്പൊ ഇജ്മാ ഇല്ലാതെ നമുക്ക് ഹദീസും ലഭ്യമല്ല, ഇജ്മാ ഇല്ലാതെ നമുക്ക് ഖുർആനും ലഭ്യമല്ല. അതിൻ്റെ പുറമെ ഇത് സ്വഹാബത്ത് ക്രോഡീകരിച്ചിട്ടുള്ള അന്നത്തെ ആ മുസഹഫിന്റെ അതേ പ്രതിയും ക്രമവും തന്നെയാകുന്നു എന്നത് ലോകത്തെ കഴിഞ്ഞ കാല മുസ്ലിം തലമുറകളുടെ എല്ലാം ഇജ്മാ ആണ്. ഈ ഇജ്മാഇന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഖുർആൻ നമുക്ക് ലഭ്യമല്ല, ഇജ്മാഇന്റെ അടിസ്ഥാനം സ്വീകരിക്കാതെ ഹദീസും നമുക്ക് ലഭ്യമല്ല എന്ന് വരുമ്പോൾ ഏതാണ് ഏറ്റവും ആധികാരികമായ ഏറ്റവും മുന്തി നമ്മൾ സ്വീകരിക്കേണ്ട പ്രമാണം? ഇജ്മാ അല്ലേ? ഇജ്മാഇനെ തള്ളിക്കൊണ്ട് കിതാബും കിട്ടില്ല, ഇജ്മാഇനെ തള്ളിക്കൊണ്ട് ഹദീസും ലഭ്യമല്ല. ഇതൊരൊറ്റൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാം. കിതാബ് സുന്നത്ത് എന്ന് പറയുന്നതിനെ നമുക്ക് കിതാബും സുന്നത്തുമായി സ്ഥിരപ്പെടുത്തണമെങ്കിൽ ഇജ്മാ വേണം. അപ്പൊ ഇജ്മാ ആണ് അക്ഷരാർത്ഥത്തിൽ ആദ്യ പ്രമാണം, പ്രഥമ പ്രമാണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയെല്ലാം നമുക്ക് പ്രമാണമായിട്ട് എടുക്കാൻ കിട്ടുള്ളൂ, പ്രമാണമായി നമുക്ക് സ്വീകരിക്കാനും കഴിയുള്ളൂ. ഇതടിസ്ഥാനത്തിലാണ് ഏറ്റവും ശരിയായ പ്രമാണം, നമുക്ക് ഉറപ്പ് നൽകുന്ന ഖത്ഈയായ പ്രമാണമാണ് ഇജ്മാ. ആ ഇജ്മാ കൊണ്ട് തന്നെ 20 റക്അത്ത് തറാവീഹ് മനസ്സിലാക്കിയിട്ടുണ്ട്, സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മളവിടെ സ്ഥിരപ്പെടുത്തിയത്. അപ്പൊ രണ്ടാമത്തെ ചോദ്യമാണ് കഴിഞ്ഞത്.